Next topic is storage class in C. Okay, so each variable has a storage class. നമ്മൾ ഇനി എന്താണ് ഈ സ്റ്റോറേജ് ക്ലാസ് എന്നുള്ളതാണ് പറയാൻ പോണത്. ഓക്കെ, ദിസ് ഈസ് ബേസിക്കലി കണക്റ്റഡ് വിത്ത് ദ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഈ വേരിയബിളിൻ്റെ സ്റ്റോറേജ് ക്ലാസ് എന്താണ്, അതെന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഡിറ്റർമൈൻസ് 4 മെയിൻ തിങ്സ്. ദ ഫസ്റ്റ് വൺ ബീയിങ് ദ ലൈഫ് ടൈം ഓഫ് ദ വേരിയബിൾ. ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ലോങ് ദ വേരിയബിൾ വിൽ ബി ഇൻ ആക്റ്റീവ് മോഡ്. ഓക്കെ, ആക്റ്റീവ് മോഡിൽ എത്ര നേരം ഒരു വേരിയബിളിന് ഒരു പ്രോഗ്രാമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വേരിയബിൾസ് സ്റ്റോറേജ് ലൊക്കേഷൻ. ഓക്കെ, വേരിയബിൾ സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിങ്ങിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിങ്ങിൽ എവിടെയാണ് ആ വേരിയബിൾ സ്റ്റോർഡ് ആയിക്കണത്, മെമ്മറിയിലാണോ രജിസ്റ്ററിലാണോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ സ്കോപ്പ് ഓർ വിസിബിലിറ്റി ഓഫ് ദ വേരിയബിൾ. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ വിച്ച് ബ്ലോക്ക് ദ വേരിയബിൾ ഇസ് വിസിബിൾ, അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഏത് പാർട്ടിലാണ് ആ പർട്ടിക്കുലർ വേരിയബിൾ വിസിബിൾ ആയിട്ട് വരണത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് വരണത്, അതിനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയണത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ഓക്കെ, now let's get into the details. So basically there are 4 different storage classes in C. First one is auto, second one register, static and extern. Okay, ഇതെന്താണ് ഈച്ച് വൺ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ബീങ് ദി ഓട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്നാണ്. ഓക്കെ, അതിൻ്റെ കീവേഡാണ് നമ്മൾ ഓട്ടോ എന്ന് പറയണത്. ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമ്മൾ മെയിൻ മെമ്മറിയിലാണ് എപ്പോഴും സ്റ്റോർ ആയിട്ടിരിക്കുക. ഓക്കെ, ആൻഡ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് അതൊരു എന്തെങ്കിലും ഒരു ജങ്ക് വാല്യൂ അല്ലെങ്കിൽ ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും. നോക്കൂ, നമ്മൾ ഇങ്ങനെയാണ് അതിനെ ഇനീഷ്യലൈസ് ചെയ്യുക, ഓട്ടോ ഇൻറ്റ് ഐ ഇങ്ങനെയാണ് പറയുക. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ടു യു. സോ ദിസ് ഇസ് ഹൗ യു ഡിക്ലെയർ ഇറ്റ്. ഓക്കെ, ഓട്ടോ ഇൻറ്റ് ഐ വേർ ഓട്ടോ ഇസ് ദ കീവേഡ് ഫോർ ഓട്ടോമാറ്റിക് വേരിയബിൾ. ഓക്കെ, ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ വേരിയബിൾ ഇസ് ഡിഫൈൻഡ്. അതായത് ഇത് ബേസിക്കലി നമ്മൾ ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും പറയില്ലേ, അതിൻ്റെ സെയിം പോലെയാണ്. നമ്മളൊരു വേരിയബിൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ വേരിയബിൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ വിസിബിലിറ്റി കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ വേരിയബിൾ വേറെ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ that particular variable is applicable only to that function where it is being used. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്കോപ്പ് അല്ലെങ്കിൽ വിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏത് ബ്ലോക്കിലാണോ നമ്മൾ ആ പർട്ടിക്കുലർ വേരിയബിൾ യൂസ് ചെയ്യണത് ആ ബ്ലോക്കിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ വാല്യൂ പോവും, അല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ലൈഫ് എന്ന് പറയുന്നത് ഇതേപോലെ എന്താണ്, ആ ബ്ലോക്കിൽ എത്ര നേരം ആ വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ ലൈഫ്. അതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് 0 ആയി, അതിൻ്റെ ലൈഫ് പോയി. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. സോ ദിസ് ഇസ് ഒബ്വിയസ്ലി വാട്ട് ഐ എക്സ്പ്ലെയിൻഡ്. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇതിലുള്ളത്. സോ ലെറ്റ്സ് പ്രെഡിക്റ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. വോയിഡ് മെയിൻ ഓട്ടോ ഇൻറ്റ് ഐ കൊമ ജെ പ്രിൻറ്റ് എഫ് %d i കൊമ ജെ. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഓട്ടോയിൽ നമ്മൾ എപ്പോഴും ഇനീഷ്യൽ വാല്യൂ ആണ് ഡിഫോൾട്ട് വാല്യൂ വരണത് ഒരു ഗാർബേജ് വാല്യൂ ആണെന്ന് പറഞ്ഞു അല്ലേ. ഗാർബേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് എപ്പോഴെങ്കിലും അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന വാല്യൂ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റാൻഡം വാല്യൂ ആവാം. ഓക്കെ, മെമ്മറിയിലുള്ള എന്തെങ്കിലും ഒരു റാൻഡം വാല്യൂ, CPU മെമ്മറിയിലുള്ള ഏതെങ്കിലും ഒരു റാൻഡം വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇറ്റ് ക്യാൻ ബി 1 2 1 1 2 2 1 എന്ത് ഔട്ട്പുട്ട് വേണമെങ്കിലും ആവാം. Okay, so both these are the garbage values. Okay, now let's take another example where auto variable is being used. Main function like boy auto int I equal to 1. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ബ്ലോക്ക് ഉണ്ട്, auto int I equal to 2. Again it is moving to another block or another loop where auto I int I equal to 3. അപ്പോൾ ഐന് ഇപ്പോൾ 3 വാല്യൂ ആയി, 1 ആയി, 2 ആയി, 3 ആയി. ഇവിടെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണത് %d, I. ഈ ഒരു ലൂപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ അഥവാ ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോയി, തേർഡ് ബ്ലോക്കിലേക്ക് പോയി. സെക്കൻഡ് ബ്ലോക്കിൻ്റെ പ്രിൻറ്റ് ചെയ്യും, തേർഡ് ബ്ലോക്കിൻ്റെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താ വരിക,
It will be 3 to 1. Right? It will be 3 to 1. അത് എങ്ങനെയാണ് 3 to 1 ആവണത്? ടോട്ടലി 3 ഐ ഉണ്ട് നമ്മുടെ, 3 ഡിഫറെൻറ്റ് ഐസ് ആണ്. ഓക്കെ, ആൻഡ് ഒരു ഏറ്റവും ഉള്ളിലുള്ള ലൂപ്പിലേക്കാണ് അത് ആദ്യം പോവുക. ഇന്നർ മോസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഐൻ്റെ വാല്യൂ 3 ആണ് നമുക്ക് ഇന്നർ മോസ്റ്റ് ബ്ലോക്കിൽ കിട്ടിയത് അല്ലേ? ഇന്നർ മോസ്റ്റ് ബ്ലോക്കിൽ 3 കിട്ടി കഴിഞ്ഞപ്പോൾ അതിനെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ഈ ലൂപ്പ് അവിടെ കണ്ടോ ക്ലോസ് ചെയ്തു. ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് നെക്സ്റ്റ് വന്നപ്പോൾ ഓട്ടോ ഇൻറ്റ് ഐ ഈക്വൽ ടു 2 ആണ്. ഈ ഐൻ്റെ വാല്യൂ 3 എന്നുള്ളത് മാറി ഐൻ്റെ വാല്യൂ 2 ആയി അല്ലേ? അപ്പോൾ 2 ഡിസ്പ്ലേ ആവും. ഈ ലൂപ്പ് പർട്ടിക്കുലർ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഐൻ്റെ വാല്യൂ എന്തായിരിക്കും? നെക്സ്റ്റ് നമ്മൾ എന്താണോ ഇനീഷ്യലൈസ് ചെയ്യണത് ഓട്ടോയിൽ അതായിരിക്കും ഐൻ്റെ വാല്യൂ. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്തായി? 1 ആയി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് 3 to 1 ആസ് ദി ഔട്ട്പുട്ട്. ഫൈൻ. Okay, so like that, now we are moving to the second one, which is the register storage class. Register storage class എന്ന് പറയുമ്പോൾ it is very much similar to auto. ഓക്കെ, ഓട്ടോൻ്റെ പോലെ തന്നെയാണ് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് വരുന്നത്, ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ സ്റ്റോറേജ് ക്ലാസ് പോലെ തന്നെ. ബട്ട് ദി ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മൾക്ക് ഓട്ടോയിൽ നമ്മുടെ വേരിയബിൾ നമ്മൾ സേവ് ചെയ്യണത് CPU മെമ്മറിയിലാണ് അല്ലേ? ഇവിടെ നമ്മൾ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യണത് രജിസ്റ്ററിലാണ്. ഓക്കെ, അത് മാത്രമാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളത് ഓട്ടോയും രജിസ്റ്ററും തമ്മിൽ. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഇതിൻ്റെ ലൈഫിൻ്റെ കാര്യമാണെങ്കിലും സ്കോപ്പ് ആണെങ്കിലും എവറിത്തിങ് ഇസ് സെയിം എക്സെപ്റ്റ് ദ സ്റ്റോറേജ് മെമ്മറി. ഓക്കെ, ഇവിടെ രജിസ്റ്ററിലാണെങ്കിൽ അവിടെ CPU മെമ്മറിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്റ്ററിൽ നമ്മൾ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയാൻ എന്താ കാരണം? നമ്മളത് ഫ്രീക്വൻ്റ്ലി ആയിട്ട് ആക്സസ് ചെയ്യണ വേരിയബിളിനെയാണ് നമ്മൾ ഈ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിൽ കൊണ്ടിടുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെങ്ങനെയാണ് ചെയ്യുക? ഇതിനെങ്ങനെ ഇനീഷ്യലൈസ് എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക? രജിസ്റ്റർ ഇൻറ്റ് ഐ. ഓക്കെ, ഇതും നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്? ഒരു റാൻഡം വാല്യൂ ആണ് വരണത്. ഓക്കെ, ഐന്ന് കൊടുക്കുമ്പോൾ ഒരു വിൽ ഗെറ്റ് എനി റാൻഡം വാല്യൂ. ഓക്കെ, വി ആർ നോട്ട് ഇനീഷ്യലൈസിങ് രജിസ്റ്റർ വിത്ത് എനി വാല്യൂ. നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു റാൻഡം വാല്യൂ ആണ് വരിക. അതായത് നമുക്ക് നേരത്തെ നമ്മൾ ഓട്ടോയിൽ നമ്മൾ എന്ത് ചെയ്തു? ഓട്ടോ ഇൻറ്റ് ഐ ഈക്വൽ ടു 3 എന്നൊക്കെ കൊടുത്തു. രജിസ്റ്ററിൽ നമുക്ക് അങ്ങനെ ഐ ഈക്വൽ ടു 3 എന്ന് കൊടുക്കാൻ പറ്റില്ല, ഒരു വാല്യൂം വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓട്ടോ ആൻഡ് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, so that's all about register. Here ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രജിസ്റ്റർ വേരിയബിൾ ആകുമ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? ഫാസ്റ്റർ ദാൻ റിമൈനിങ് വേരിയബിൾസ്. ഓക്കെ, ആൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും വെരി ലോ സൈസായിരിക്കും അതിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേരിയബിളൊക്കെ രജിസ്റ്റേഴ്സിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, സിൻസ് ദ രജിസ്റ്റർ സൈസ് ഇസ് വെരി ലോ. ഓക്കെ, so that is the limitation and advantage. Let's take an example. എക്സാമ്പിൾ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഈ ലൂപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഈ രജിസ്റ്റർ വേരിയബിളാണ്. പക്ഷേ ഈ ലൂപ്പ് ഇവിടെ കണ്ടോ? ഈ എക്സാമ്പിളിൽ ലൂപ്പ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയതുകൊണ്ട് വളരെ കുറച്ച് നമ്പേഴ്സ് ആവശ്യം വരുന്നുള്ളൂ, 10 നമ്പേഴ്സ് ആവശ്യം വരുന്നുള്ളൂ. ഇൻ ദാറ്റ് കേസ് രജിസ്റ്ററിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിലും കൂടുതലായി കഴിഞ്ഞാൽ ഓക്കെ, അതിലും കൂടുതൽ ഇപ്പോൾ ഐ ഇസ് ഇക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ രജിസ്റ്ററിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അല്ലേ? രജിസ്റ്റർ വേരിയബിളിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിമൈനിങ് ഉള്ളത് നമ്മൾ സാധാ മെമ്മറിയിൽ തന്നെ പോയി സ്റ്റോർഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്. സോ ദിസ് ഇസ് ദ തേർഡ് വൺ. സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിൽ ഇതായിട്ടൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ മെമ്മറിയിലാണ്, ഓട്ടോൻ്റെ പോലെ തന്നെ മെയിൻ മെമ്മറിയിലാണ് സ്റ്റോർ ആവുന്നത്. ഇതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ ഒരു ദ മെയിൻ തിങ് വാസ് ദ സ്റ്റാറ്റിക് വേരിയബിൾ ഇസ് ഇനീഷ്യലൈസേഷൻ ഇസ് ഡൺ ഓൺലി വൺസ്. ഒരു പ്രാവശ്യം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു 0 ഒരു പ്രാവശ്യം ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വാല്യൂ ഐൻ്റെ എന്താണോ വരണത് അത് വെച്ചിട്ടായിരിക്കും ആ വാല്യൂ റീപ്ലേസ് ആവണത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ടു യു. ഓക്കെ, ആൻഡ് ദിസ് ഐ എന്നുള്ള വാല്യൂ സ്റ്റാറ്റിക് വാല്യൂ ആണ്. അത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം നമുക്ക് അതിൻ്റെ സ്കോപ്പ് ഉണ്ടാവും. ഓക്കെ, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രോഗ്രാം കഴിയണ വരെ, അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവണ വരെ നമുക്ക് ഈ വാല്യൂ എപ്പോഴും പെർട്ടൈൻ ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ ബി റീറ്റെയിൻഡ്. ഓക്കെ, ആൻഡ് സോ ഹിയർ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. എങ്ങനെയാണ് നിങ്ങളത് എഴുതുന്നത്? സ്റ്റാറ്റിക് ഇൻറ്റ് ഐ എന്നേ കൊടുക്കുള്ളൂ. ഓക്കെ, അതായത് സ്റ്റാറ്റിക് ഇൻറ്റ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐനൊരു ഗാർബേജ് വാല്യൂ അല്ല വരിക. ഐ നമുക്ക് എന്നിട്ട് നമ്മൾ വെറുതെ ഒരു %d കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? കോമ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0. ഓക്കെ, വെറാസ് ഇൻ ഓട്ടോ ആൻഡ് രജിസ്റ്റേഴ്സ് നിങ്ങൾ %d, ഐ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൺലി എ ഗാർബേജ് വാല്യൂ. വെറാസ് സ്റ്റാറ്റിക്കിൽ നമുക്ക് 0 ആയിട്ട് തന്നെ കിട്ടും. ഐ ഈക്വൽ ടു 0 എന്ന് പ്രത്യേകിച്ച് ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, even if you give it like this, you will get the value of I as 0. Okay, it is initialized only once. The value will be retained till with the latest value, existence till the end of the program. Okay, ഇതാണ് ഞാൻ പറഞ്ഞത്. Let's take an example of this. Okay, ഒരു പ്രോഗ്രാം നോക്കൂ. void test void main. Okay, void mainൽ ടെസ്റ്റ് മൂന്ന് പ്രാവശ്യം ഈ ഒരു ടെസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് ഈ ടെസ്റ്റ് ഫംഗ്ഷൻ നോക്കുക. ഓക്കെ, ടെസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഫംഗ്ഷനിലേക്ക് പോയി. ഇവിടെ എന്താണ്? സ്റ്റാറ്റിക് ഇൻറ്റ് എ ഈക്വൽ ടു 0. എൻ്റെ വാല്യൂ 0 ആണ്. എ ഈക്വൽ ടു a+1. അപ്പോൾ ഇപ്പോൾ വാല്യൂ എന്തായി? പ്രിൻറ്റ് %d, a എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ എന്തായി? 1 ആയി അല്ലേ? തിരിച്ചും നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് പോയി ടെസ്റ്റ്. സ്റ്റാറ്റിക് ഇൻറ്റ് എ ഈക്വൽ ടു 0 ആണോ വരിക? ഞാൻ പറഞ്ഞു ഇനീഷ്യലൈസേഷൻ ഹാപ്പൻസ് ഓൺലി വൺസ് ഇൻ സ്റ്റാറ്റിക് സ്റ്റോറേജ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിൻ്റെ വാല്യൂ പ്രസൻ്റ് ആയിട്ട് എന്താണോ അതായിരിക്കും കറണ്ട് വാല്യൂ. ഇപ്പം ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ എൻ്റെ വാല്യൂ 1 ആയിട്ടല്ലേ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ a 1 ആണ്. അപ്പോൾ 1 + 1 2 വരും. ഓക്കെ, തിരിച്ചും അപ്പോൾ 2 ഡിസ്പ്ലേ ചെയ്തു. വീണ്ടും മൂന്നാമത്തെ ടെസ്റ്റിലേക്ക് പോയി, വീണ്ടും വന്നു. എൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്. 2 + 1 3. So you will get the output as 1 2 3. Okay, I hope it's clear to you. External storage class എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ മെയിൻ മെമ്മറിയിലാണ്. സെയിം ലൈക്ക് ദ സ്റ്റാറ്റിക്, ഇതിൻ്റെയും ഇനീഷ്യൽ വാല്യൂ നമ്മൾ 0 ആണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ, അതായത് ഫുൾ പ്രോഗ്രാമിൽ ടിൽ ദി എൻഡ് ഓഫ് ദ പ്രോഗ്രാം അതിൻ്റെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യണ കീവേഡ് എക്സ്റ്റേൺ എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക, എക്സ്റ്റേൺ ഇൻറ്റ് ഐ. ഓക്കെ, ഹിയർ ഓൾസോ എക്സ്റ്റേണൽ വേരിയബിളിനും ദർ ഇസ് നോ സ്റ്റോറേജ്. ഓക്കെ, ദർ ഇസ് നോ സ്റ്റോറേജ് ഫോർ എക്സ്റ്റേണൽ വേരിയബിൾ. സ്കോപ്പ് എൻറ്റയർ പ്രോഗ്രാമാണ്. ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. ഇറ്റ് ഹാസ് ഗ്രേറ്റർ സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം. ഓക്കെ, ലെറ്റ്സ് സീ ഹിയർ. പ്രെഡിക്റ്റ് ദി ഔട്ട്പുട്ട്. ഇൻറ്റ് x ഈക്വൽ ടു 10 void main പ്രിൻറ്റ് x ഈക്വൽ ടു %d, x. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? എന്തായിരിക്കും നമ്മുടെ എക്സ്? ഇവിടെ എക്സ് ഞാൻ എക്സ്റ്റേണലി ഓൾറെഡി ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് x 10 ആണെന്ന്. എന്നിട്ട് ഞാൻ മെയിൻ ഫംഗ്ഷനിലേക്ക് പോയി എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് വരും അല്ലേ? എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 10 ആയിരിക്കും. സി നെക്സ്റ്റ് വൺ ഹിയർ. void main printf x ഈക്വൽ ടു %d, x. മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ് ഇൻറ്റ് x ഈക്വൽ ടു 10 കൊടുത്തിരിക്കുന്നത്. ഇപ്പം എനിക്ക് എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വരിക? മൈ ഔട്ട്പുട്ട് വിൽ ബി എറർ അല്ലേ? ബിക്കോസ് ആ മെയിൻ ഫംഗ്ഷൻ നമ്മളെപ്പോഴും സ്റ്റെപ്പ് വൈസ് ചെയ്തു പോകുമ്പോൾ ഇവിടെ എനിക്ക് എക്സിൻ്റെ വാല്യൂ ഇതുവരെ കിട്ടിയിട്ടില്ല. മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ് എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത്. സോ എനിക്ക് അതിൻ്റെ എററാണ് കിട്ടുക അതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റേൺ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഹൗ ഡു ഐ റീറൈറ്റ് ദ പ്രോഗ്രാം? എക്സ്റ്റേൺ ഇൻഡെക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് പ്രിൻറ്റ് x ഈക്വൽ ടു %d, x. ഇൻറ്റ് x ഈക്വൽ ടു 10. എക്സ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ എക്സ്റ്റേൺ നമ്മൾ യൂസ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതിന് സ്റ്റോറേജ് ഇല്ലയെന്ന്. അതായത് നമ്മൾ ഈ എക്സ്റ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ എവിടെയെങ്കിലും മുമ്പ് ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ എപ്പോഴെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. അതായത് മുമ്പ് എപ്പോഴോ ഈ എക്സ്റ്റേൺ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ എക്സിൻ്റെ വാല്യൂ മുമ്പ് എപ്പോഴോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ പർട്ടിക്കുലർ വാല്യൂ തന്നെ നമ്മൾ പിന്നെ എവിടെ എക്സ് വന്നാലും നമ്മളത് യൂസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യണത്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സ്റ്റേൺ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നമ്മൾ എക്സിൻ്റെ വാല്യൂ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂ ആണ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഞാനിവിടെ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് എക്സ് ഇക്വൾ ടു 10 കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് മൈ വേരിയബിൾ എക്സ് ഇസ് എക്സ്റ്റേണൽ വേരിയബിളാണ് ഞാൻ യൂസ് ചെയ്തേക്കണത് എക്സ് ആയിട്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ ഇട്ടാലും എനിക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. സോ ഇവിടെ എനിക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടും? ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10, റൈറ്റ്? സോ ഹിയർ എക്സ്റ്റേൺ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 20 നമുക്ക് അങ്ങനെ ഒരിക്കലും ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റേണലിൽ ഐ ടോൾഡ് യു നമുക്ക് ഒരു ഇനീഷ്യലൈസേഷൻ ഒരിക്കലും എക്സ്റ്റേണൽ വേരിയബിളിന് സാധിക്കില്ല. ബിക്കോസ് ദർ ഇസ് നോ സ്റ്റോറേജ്. ആൻഡ് സോ ഇതിവിടെ ഒരു കോൺട്രഡിക്ഷനാണ്. എക്സ് ഈക്വൽ ടു 20 എന്ന് ഞാൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വീണ്ടും എക്സ് ഈക്വൽ ടു 10 കൊടുത്തു. സോ ദാറ്റ് വിൽ നോട്ട് give any output. Okay, x has both extern and initializer. That's why it is giving an error. Okay. So this is a consolidated table which tells you about the storage. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോനും എക്സ്റ്റേണിനും സ്റ്റാറ്റിക്കിനും മെയിൻ മെമ്മറിയിലാണ് വേരിയബിൾ സ്റ്റോർ ആവണത്. രജിസ്റ്ററിന് മാത്രം CPU-ലാണ്. ആൻഡ് ഇനീഷ്യൽ വാല്യൂ എന്താണ്? ഗാർബേജ് വാല്യൂ ആണ് ഓട്ടോയിനും രജിസ്റ്ററിനും. ബാക്കി രണ്ടും ഇനീഷ്യൽ വാല്യൂ 0 ആണ്. സ്കോപ്പ് വിതിൻ ദ ബ്ലോക്ക് ഗ്ലോബലാണ് എക്സ്റ്റേണിന്. സ്റ്റാറ്റിക്കിലാണെങ്കിലും വിതിൻ ദ ബ്ലോക്കാണ്, രജിസ്റ്ററിലാണെങ്കിലും വിതിൻ ദ ബ്ലോക്കാണ്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ബ്ലോക്ക് വരെ ആ പർട്ടിക്കുലർ വേരിയബിളിന് ലൈഫ് ഉണ്ടായിരിക്കും. ടിൽ ദി എൻഡ് ഓഫ് ദ പ്രോഗ്രാം, ഫുൾ പ്രോഗ്രാം കഴിയണവരെ എക്സ്റ്റേണൽ ഉണ്ടാവും. സ്റ്റാറ്റിക്കിലും പ്രോഗ്രാം കഴിയണ വരെ ഉണ്ടാവും. രജിസ്റ്ററിനും എൻഡ് ഓഫ് ദ ബ്ലോക്ക് വരെ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the storage class in C.